പുതിയൊരു മാസം തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയെന്ന് പറയുന്നത് ഈ കലണ്ടർ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഒരു മിനി കലണ്ടർ ഉണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു മാസം തുടങ്ങിയത്. എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാറുണ്ടെങ്കിലും പ്ലാൻ ചെയ്തതുപോലെയൊന്നുമല്ല പലപ്പോഴും നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കലണ്ടറൊക്കെ മാറ്റി വെച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ക്യാൻഡിലൊന്ന് തെളിയിച്ചേക്കാന്ന്. കാരണം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ തെളിയിച്ച് വെക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഭയങ്കരം എന്ന് പറയാൻ പാടില്ല അല്ലേ, നല്ല പോസിറ്റീവ് എനർജിയാണ്. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലാണ്. ഈ ഒരു തിരി തെളിച്ച് വയ്ക്കുമ്പോൾ റൂമിൽ മുഴുവൻ ഒരു നല്ല സ്മെല്ലുണ്ട്, നല്ല ഫ്രാഗ്രൻസാണ് ഈ ഒരു ക്യാൻഡീലിനുള്ളത്. ഇതൊക്കെ ഇങ്ങനെ തെളിച്ച് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആമസോണിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇതൊരു സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ചെറിയ ബുക്കാണ്, എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതൊരു വിൻറ്റേജ് സ്റ്റൈൽ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പറയായിരുന്നു, ഇതെൻ്റെ സ്വന്തം ബുക്കാണെങ്കിൽ പോലും എനിക്ക് ഇത് കണ്ടിട്ട് കൊതിയാവുകയാണെന്ന്. അത്രയ്ക്കൊരു സന്തോഷമാണ് എനിക്ക് ഈ ഒരു ബുക്ക് കിട്ടിയപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ വിൻറ്റേജ് സ്റ്റൈലിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്താലോ, തിരിയൊക്കെ തെളിച്ചതല്ലേ എന്നൊരു തോന്നലൊക്കെ വന്നു. അങ്ങനെ ജേർണലിംഗ് ചെയ്യാമെന്ന് കരുതി ഞാനിരിക്കുമായിരുന്നു. എപ്പോഴൊന്നും ജേർണലിംഗ് ഞാൻ ചെയ്യാറില്ല, പക്ഷെ തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എഴുതുക, എന്തെങ്കിലും കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെക്കുക. അതല്ലാണ്ട് വലിയ കാര്യമായിട്ട് ജേർണലിംഗ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കത് മാത്രം മതി. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ജൂൺ മാസം തുടങ്ങിയത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? നമ്മുടെ പിള്ളേരെല്ലാവരും ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി ഫസ്റ്റ് ഡേ സ്കൂളൊക്കെ എങ്ങനെ ആയിട്ടുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. പക്ഷേ പഠിത്തമാണ് മുഖ്യം എന്നുള്ള കാര്യം ഓർക്കുക. ഫുൾ ടൈം ഫോണൊന്നും എടുത്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് വല്ലപ്പോഴും റിലാക്സേഷന് വേണ്ടി മാത്രം വീഡിയോ ഒക്കെ കാണുക. ബാക്കിയുള്ള സമയമെല്ലാം നല്ലതിനായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു അക്കാഡമിക് ഇയർ ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.